ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു. നല്ല തൊണ്ടവേദനയാണ്. ഞാൻ പ്രത്യേകിച്ച് തണുത്തതൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞില്ല 2 ദിവസം ബസ്സിന് പോയിന്ന്. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു സംഭവം കേട്ടോ. എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ കാറിലാണെങ്കിൽ എനിക്ക് 500 രൂപേൻ്റെ പെട്രോളാവും. ബസ്സിനാണെങ്കിൽ 30-60 രൂപ മതി എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ പോയിട്ട് വരുന്ന സമയത്തൊക്കെ എനിക്ക് ബസ്സിൽ പോകാൻ പറ്റില്ല, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ വീട്ടിലെത്തി വൈകുന്നേരം ആകുമ്പോഴേക്കും മൈഗ്രെയിൻ വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, 1000 രൂപ ഹോസ്പിറ്റലിൽ കൊടുക്കും. അതേപോലെ ഇപ്പോൾ 2 ദിവസം ഞാൻ ബസ്സിന് പോയിട്ട്, അതായിരിക്കും കാരണം എന്ന് വിചാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് കാര്യകാരണങ്ങളൊന്നും എനിക്ക് പറയാനില്ല. കാരണം പുറത്തുനിന്നൊരു വെള്ളം കുടിച്ചിട്ടില്ല. ഞങ്ങൾ കസവ് കേന്ദ്രയിൽ പോയി, അവിടുന്ന് ബസ് കയറി നേരെ ഇങ്ങ് പോകുന്നൊക്കെ എവിടെയും വെള്ളം കുടിക്കാനൊന്നും നിന്നിട്ടില്ല. ഞാനും പിള്ളേരും ഒറ്റക്കാണ്, അങ്ങനെയൊന്നും ഷോപ്പിലൊന്നും കൂൾബാറിലൊന്നും കയറാറില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ബസ്സിന് കാറ്റടിച്ച് പോയിട്ടാണെന്ന്. ശീലമല്ലല്ലോ. മെയിനായിട്ട് ഞാൻ ബസ്സിൽ പോകുന്നത് വേറൊരു സംഭവം കൂടി ഉണ്ട്. എൻ്റെ മോള് ബസ് കയറിയിട്ട് ശീലമല്ല. അവളെ കുഞ്ഞായപ്പം തൊട്ടിട്ട് ഈ പറഞ്ഞതുപോലെ കാറിലും ബൈക്കുമല്ലൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പം ഇവർക്ക് ഈ ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകാനും ഇതൊന്നും അറിയില്ല. അപ്പം എല്ലാം കുട്ടികൾ ശീലിക്കണം എന്ന് പറയാറുണ്ട്. ഞാൻ മിനിയാന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ തോന്നുന്നു ഞങ്ങൾ 2 ദിവസം അടുപ്പിച്ച് കോഴിക്കോടേക്ക് ഒരു ദിവസം താമരശ്ശേരിക്കും പോയിക്കില്ല. അപ്പോൾ 2ാമത്തെ ദിവസം പോയപ്പം ഇവർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. കോഴിക്കോട് വരെ ഇവൾ നിന്നത് 1 മണിക്കൂർ അവൾ നിന്നിട്ടുണ്ട്. അവളങ്ങനെ നിൽക്കാറില്ല. ബോണറ്റിൻ്റെ മുകളിലെങ്കിലും ഇരിക്കാൻ സീറ്റ് കിട്ടാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സീറ്റ് കിട്ടണ്ട, അവൾ നിൽക്കട്ടെ, നിന്ന് ശീലിക്കണമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അതും കൂടി ഒന്ന് കണക്കിലെടുത്തിട്ട് ഞാൻ അവളെ ഒന്ന് ശീലിപ്പിക്കണം എന്നുള്ളതും കൂടി കണക്കിലുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റപ്പം നല്ല തൊണ്ടവേദന. അപ്പോൾ എനിക്ക് പറ്റുന്നൊരബദ്ധം നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. പെട്രോൾ ലാഭിക്കാൻ ബസ്സിന് കയറും. ഇനിയിപ്പോൾ അത് കാണിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ജലദോഷം വന്നാൽ ഞാൻ വേഗം കാണിക്കും. കാരണം അതെൻ്റെ വർക്കിനെ ബാധിക്കുന്നതാണ്. ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് നമ്മൾ തല കുനിച്ച് നിൽക്കുമ്പം വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ തൊണ്ടവേദന കാണിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ 3 ദിവസം ഞാൻ ബസ്സിന് പോയിട്ട് ഏകദേശം 1500 രൂപ ഞാൻ ലാഭിച്ചു. ആ 1500 രൂപക്ക് തൊണ്ടവേദനയായിട്ട് വേറെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, തണുത്ത വെള്ളം കുടിച്ചിട്ടില്ല. തണുത്ത വെള്ളം എടുത്തു ഇല്ലല്ലോ. എനിക്ക് പിന്നെ ഐസ്ക്രീം ഇടയ്ക്കിടയ്ക്ക് തിന്നുന്നത് കൊണ്ട് ഈ തണുത്തതിനൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ആളൊന്നുമില്ല. പിന്നെ എന്തോ പറ്റിയതെന്നൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. അങ്ങനെ കിടക്കപ്പായി തന്നെ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. നല്ല മഴയൊക്കെ പെയ്തിട്ട് ഒടുക്കമ്പത്തെ തണുപ്പായിരുന്നു. അതുമൊക്കെ എന്നെ ബാധിച്ചു എന്ന് തോന്നുന്നു. എന്തോ പണ്ട് കുട്ടികളെ വിടുമ്പോൾ ഓർമ്മയുണ്ടോ, നമ്മളിങ്ങനെ ചെല്ലിച്ചാൽ പിന്നെ ഓല് വന്നിട്ടും. അപ്പം അങ്ങനെയാണ്. വയ്യാതെ കിടക്കുന്നൊന്നും പറയുന്നില്ല, പനിയും കാര്യങ്ങളൊന്നുമില്ല, തൊണ്ടവേദന. ഞാൻ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഇച്ചാതി തടിക്കുന്നതെന്ന് അറിയോ. എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തടിക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമല്ല. ഒരു തടിയല്ലേ, എന്താ കുഴപ്പമെന്ന് നിൽക്കും. പക്ഷേ എനിക്ക് തടിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ
ഞാൻ എൻ്റെ മൂത്ത സിസ്റ്ററെ പോലെ ആവുക എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട്. അവൾ വട്ടമൊക്കെയാ. അപ്പോൾ ഡോക്ടറിനോട് എനിക്ക് ഗുളിക, ഞാൻ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ടല്ലോ, അതിൻ്റെ സൈഡ് എഫക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം, ആ ബ്രാൻഡൊന്ന് മാറ്റിത്തരുമെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ടൊരു എനിക്ക് ഏൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ അതിൽ വേറൊരു രസം ഉണ്ട് കേട്ടോ. ആ ഗുളിക കുടിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല വിശപ്പുണ്ടാവും. ഞാൻ അവിടെ നട്ടപ്പാതിരായാൽ എനിക്ക് വിശക്കണേ എന്ന് ഇരിക്കേണ്ടി എടുക്കും. അതേപോലെ ഉറക്കത്ത് സംസാരിക്കുന്നു. നാളെ മോളും മോനും പറഞ്ഞ് ചിരിച്ചിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരിക്കുമല്ലേ. ഞാൻ കട്ടിൽ കണ്ട ഷീപ്പൂട്ടേന്നായി പോവും. എന്നിട്ട് മോൾ എന്തൊക്കെയോ പറയുന്നതായിട്ടേക്കും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്നൊക്കെ. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞിട്ട്, ഡോക്ടറെ ഞാൻ ഉറക്കത്ത് സംസാരിക്കുന്നതെന്ന് ഇവരൊക്കെ പറയുന്നു. ഇവിടെ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയോ, ഇത്രയും കാലം നല്ലോണം ഉറങ്ങി ഇപ്പോൾ ഉറക്കത്ത് ഓച്ചട് നിന്ന് പറയരുത്, ഇത് ഓൾറെഡി സംസാരം ഉള്ളൊരു ഗുളികയാണ്. എന്തോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മുടിയൊക്കെ നിരിച്ചിട്ടുണ്ട്. എനിക്ക് മുടി കളർ ചെയ്യാൻ പോകണമെന്നുണ്ടായിരുന്നേ. അപ്പോൾ എവിടെ പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ. മുടി ഭാഗ്യതല്ലാണ്ട് വയസ്സായിട്ട് നരച്ചതൊന്നുമല്ല കേട്ടോ, ഭാഗ്യനരയാ എന്ന് വിചാരിച്ച് സ്വയം സമാധാനിക്കുന്നു. അപ്പം ഞാൻ എല്ലാവർക്കും ഓക്കെ, ഞാൻ എഴുന്നേൽക്കട്ടെ, ഫ്രഷ് ആവട്ടെ. ചായ ഹോട്ടലിൽ നിന്ന് മേടിക്കുകയാണ്. മോനുണ്ട് മേടിക്കാൻ പോയിട്ട്. അങ്ങനെ ടി വി കിട്ടി തട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.